ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് ഫ്ലിപ്കാർട്ടിന്റെ പേയ്മെന്റ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, സൂപ്പർ മണി. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷനിൽ പുതിയതായിട്ട് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള രീതിയിൽ വന്നിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്ത് ലോൺ എടുക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഫ്ലിപ്കാർട്ടിന്റെ തന്നെ ഒരു ഓൺലൈൻ സ്റ്റോറും EMI നമുക്ക് സാധനം എടുക്കാനുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പേയ്മെന്റ് ആപ്ലിക്കേഷൻ, അതായത് സൂപ്പർ മണി ആപ്ലിക്കേഷനെ കുറിച്ച് ബീറ്റാ വേർഷനിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ മേലെ കാർഡിൽ ഞാൻ കൊടുത്തേക്കാം, പോയിട്ട് കാണുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പേയ്മെന്റ് ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്ക് എത്രത്തോളം ക്യാഷ് ബാക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് വിഡ്രോ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ആർക്കൊക്കെ കൂടുതലായിട്ട് സൂപ്പർ മണി ആപ്ലിക്കേഷനിൽ നിന്ന് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാലോ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് കമന്റ് ചെയ്യുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട്, അതായത് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുള്ള കൂടുതലായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെച്ചോ. നമ്മൾ മണി മേക്കിംഗ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സെക്കൻഡറി ചാനൽ ക്രിപ്റ്റോ ടോക്ക്, അതും ഫോളോ ചെയ്ത് വെച്ചോ. ക്രിപ്റ്റോ അപ്ഡേറ്റുകളും എയർ ഡ്രോപ്പുകളുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും അതിൻ്റെ എല്ലാം ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളുടെ ഇനി നേരെ വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതാണ് സൂപ്പർ മണി ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിന്റെ ബീറ്റാ വേർഷനിൽ ആപ്ലിക്കേഷൻ വന്നപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് കാണുക. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും ഇതിനകത്ത് ഇത്രയധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു, ഇതേപോലെ അവർ കാര്യങ്ങളൊന്നും അവതരിപ്പിച്ചിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഓൺലൈൻ ലോൺ തുടങ്ങിയിട്ട് നമുക്കിതിനകത്ത് സ്റ്റോർ വരെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ അവർ ഈ ഒരു ആപ്ലിക്കേഷൻ കൂടുതൽ കമ്മ്യൂണിറ്റിയിലോട്ട് കണക്ട് ആവുന്നതിന് വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ടുള്ള ക്യാഷ് ബാക്കുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോ ഒക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 2000 രൂപേൻ്റെ അടുത്ത് എനിക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഫീച്ചേഴ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കളയാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും earn 600 എന്ന് പറഞ്ഞിട്ട് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ നമ്മൾ റഫറലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 600 റുപ്പീസ് ക്യാഷ് ബാക്ക് കിട്ടുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു രീതിയിൽ ക്യാഷ് ബാക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൽ എനിക്ക് ഒരു വട്ടം എങ്ങാണ്ട് ഒരാളെ റെഫർ ചെയ്തപ്പോൾ എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ റെഫറിൽ ചെയ്യുന്ന മെമ്പേഴ്സ് അവർ എന്തെങ്കിലും പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കിൻ്റെ ചെറിയൊരു വീതം എനിക്ക് ഒരു 1 മന്തോളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സാധാരണ പേയ്മെൻറ്റ് ആപ്ലിക്കേഷനിലൊക്കെ വരുന്ന പോലെ തന്നെ സെൻഡ് മണി, അതുപോലെ ചെക്ക് ബാലൻസ്, പിന്നെ സ്കാൻ, അതായത് ടാപ്പ് ടു സ്കാൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗെറ്റ് അപ് ടു 5% ക്യാഷ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ പേയ്മെന്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ റീചാർജ് ആൻഡ് ബിൽസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഗൂഗിൾ പേയിൽ ഫോൺ പേയിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും പ്ലാറ്റ്ഫോം ഫീ എന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മളിപ്പോൾ ഒരു 500 ഒക്കെ റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2 രൂപ അല്ലെങ്കിൽ 3 രൂപയൊക്കെ പ്ലാറ്റ്ഫോം ഫീ ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് 0 ഫീയിൽ എന്ത് ചെയ്യാം, റീചാർജ് ആൻഡ് ബിൽസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ട്യൂഷൻ ഫീസ് നമുക്ക് കുറഞ്ഞതിൽ നമുക്ക് ട്യൂഷൻ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കാൻ സാധിക്കും. പിന്നെ നമുക്ക് പേ എനി അക്കൗണ്ട് വിത്ത് ക്രെഡിറ്റ് കാർഡ്, അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോം വഴി ചെയ്യുന്നതിലൂടെ നമുക്ക് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ വേറെ കുറേ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ നമുക്ക് ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ സൂപ്പർ FD ഉണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഓഫർ ഫോർ യു എന്ന് പറഞ്ഞിട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് ഇതിനകത്ത് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെ തന്നെ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ EMI നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. EMI പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഇവിടെ നോക്കിയിട്ട് തന്നെ കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുവരെയായിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ iOS-ലും അതുപോലെ തന്നെ ആൻഡ്രോയിഡിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. യൂസ് ചെയ്ത് നോക്കുക, ബെറ്റർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സ്റ്റോർ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതായത് ഹോം പേജിൽ അതിൻ്റെ ഫുൾ ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സ്റ്റോറിലോട്ട് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ എല്ലാ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ നമുക്ക് കാർഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സൂപ്പർ മണീൻ്റെ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2000 തൊട്ടിട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത്. നമ്മൾ എത്രത്തോളം പേയ്മെൻറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് നമ്മളുടെ ഇതിനകത്ത് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് കൂടുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ റീആക്ടിവേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിലിവിടെ റീആക്ടിവേറ്റ് യുവർ കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്.
നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ കാണാൻ സാധിക്കും 2000 തൊട്ടിട്ടാണ് നമുക്ക് ലിമിറ്റ് സെറ്റ് ആക്കാൻ പറ്റുക. അതിൽ മേലോട്ട് എത്ര എമൗണ്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതിൽ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടുന്നത് 1800 രൂപ വരെയാണ്. അതിൽ 200 രൂപ എന്തോ ഫീയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പിന്നെ നമുക്ക് ഈ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്തിട്ട് ഈ ഒരു കാർഡും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യാം കേട്ടോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ നേരത്തെ ഇതിനകത്ത് 200 രൂപയ്ക്കൊക്കെ നമുക്ക് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തായിരുന്നു സ്റ്റാർട്ടിങ്ങിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡിലൂടെയും കുറേയധികം ബെനിഫിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈഫ് ടൈം ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്യാഷ് ബാക്കും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതിനകത്തൊരു 10 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ അപ് ടു 10 lakh വരെ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും. അത് നിങ്ങളുടെ സിവിൽ സ്കോറും മറ്റുള്ള സംഭവങ്ങളൊക്കെ നോക്കും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇതിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ലോണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എനിക്കിവിടെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഓഫർ അൺലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ KYC കാര്യങ്ങളൊക്കെ ഞാനത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ എൻ്റെ ലിമിറ്റ് അനുസരിച്ച് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലോൺ എമൗണ്ടും കാര്യങ്ങളൊക്കെ വിഡ്രോ ചെയ്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എടുക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കാനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ നോക്കുക. പിന്നെ ഹിസ്റ്ററി നോക്കുന്ന സമയത്ത് ഞാൻ ചെയ്ത പേയ്മെൻറ്റും കാര്യങ്ങളും അതിൽ കിട്ടിയിരിക്കുന്ന ക്യാഷ് ബാക്കും എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയായിരുന്നു നമുക്ക് ഈ ക്യാഷ് ബാക്കിൻ്റെ സാധനം ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇങ്ങോട്ട് മേലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം 1994 രൂപ, 2000 രൂപേൻ്റെ അടുത്ത് ഞാൻ ടോട്ടലായിട്ട് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റിഡീം ക്യാഷ് ബാക്ക് 19.80 എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ അത് റിഡീം ചെയ്ത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ സ്ലൈസ് ബാങ്ക് അക്കൗണ്ടാണ്. അപ്പോൾ അതിനകത്ത് തൊട്ട് 19 രൂപ ഞാൻ വിഡ്രോൾ ചെയ്യുന്നുണ്ട്. കണ്ടോ, സ്പോട്ടിൽ തന്നെ ആ ഒരു ക്യാഷ് ബാക്ക് എനിക്ക് ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എത്രത്തോളം ലൈഫ് ടൈം ആയിട്ട് ക്യാഷ് ബാക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയതെന്നൊക്കെ നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തു, നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആവാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നമ്മളുടെ വാട്സപ്പ് ചാനലിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത്. ക്രിപ്റ്റോ ടോക്ക് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്, ക്രിപ്റ്റോ അപ്ഡേറ്റുകളും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടന്റ് ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്ക് സൈനിങ് ഔട്ട്.